ആന എഴുന്നള്ളിപ്പിലെ പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി കെ രാജൻ. നിയമനിർമ്മാണമോ ആന പരിപാലന ചട്ടത്തിലെ ഭേദഗതിയോ കൊണ്ടുവരാനാണ് സർക്കാർ ആലോചിക്കുന്നത്. തൃശൂർ പൂരം പ്രതിസന്ധിയിലാകുന്നത് ഒഴിവാക്കണമെന്ന് VS സുനിൽകുമാറും പൂരം നടത്തിപ്പിന് ഉന്നതതല സമിതി വേണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡും ഇന്ന് ആവശ്യപ്പെട്ടു. ആനയെഴുന്നള്ളിപ്പ് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഹൈക്കോടതി കടുപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിച്ചു പ്രശ്നപരിഹാരം തേടാനുള്ള സർക്കാർ നീക്കം. വിഷയത്തിൽ നിയമനിർമ്മാണം വേണമോ ചട്ടനിർമ്മാണം വേണമോ എന്നത് ഉന്നതതല യോഗം വിളിച്ച് ചർച്ച ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. നിയമവിദഗ്ധരുമായിട്ടും മറ്റെല്ലാവരുമായിട്ടും കൂടിയാലോചന നടത്തും. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിക്കണം എന്നാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. നിലവിലെ നിർദ്ദേശങ്ങൾ അപ്രായോഗികമാണെന്നും രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരം നൽകരുതെന്നും മുൻ മന്ത്രി VS സുനിൽകുമാർ. ഗവൺമെൻറ് ഇതിൻ്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ നാട്ടാന പരിപാലന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി പ്രായോഗികമായ ഒരു ഭേദഗതി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ കരണീയമായ മാർഗം. ആനയെഴുന്നള്ളിപ്പ് സംബന്ധിച്ച പാർലമെന്റിൽ നിയമം കൊണ്ടുവരണമെന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്നൊരു നിയമം പാർലമെന്റിൽ കൊണ്ടുവരുന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവൂ. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിലടക്കം മാറ്റങ്ങൾ കൊണ്ടുവന്നതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ. ക്ഷേത്രങ്ങൾക്കകത്തുള്ള എഴുന്നള്ളിപ്പിന് അത് കൂടുതലായിട്ട് ബാധിക്കും. ഇപ്പോൾ നമുക്ക് ക്ഷേത്രത്തിന് പുറത്ത് മൈതാനങ്ങളിൽ നടക്കുന്ന എഴുന്നള്ളിപ്പിന് നമുക്ക് ധാരാളം സ്ഥലം കിട്ടും. അതേസമയം തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധികൾ ഒഴിവാക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കണമെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടു. 24 തൃശൂർ.